അനിയത്തിമാരുടെ സ്നേഹം കണ്ടില്ലേ? എന്താ സ്നേഹം നോക്കിയേ. രണ്ടുപേരും കൂടെ ആറ്റുകാലും അമ്മയുടെ ഡാൻസ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ അമ്മയ്ക്ക് ഇന്ന് ഡാൻസ് ഉണ്ട് ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ. അമ്മ നേരത്തെ പോകുന്നൊക്കെ പറഞ്ഞോ. നമ്മളിത് അറിയപ്പോ ഫ്രണ്ടിലത്തെ വണ്ടി പോകുന്നത്, നമ്മൾ ബാക്കിലുണ്ടെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. നമ്മൾ എന്താ ഇത് ഭയങ്കര ബ്ലീച്ചാ കിടക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അമ്പലത്തിൽ എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. കാറിലുണ്ട് മമ്മീസ്, കാണാൻ പറ്റത്തില്ല. കുറച്ച് സ്പീഡ് വിടും. അങ്ങ് അറ്റ ഇരിപ്പുണ്ട്. നമ്മൾ ഓൾറെഡി അമ്പലത്തിൽ എത്തി എന്നായിരിക്കും വിചാരിക്കുന്നത്. ഫോൺ വിളിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല. എന്റെ കൃത്യമായ ഇടപെടൽ കാരണമാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തുക. കറക്റ്റ് നമ്മൾ ഇവിടെ നിൽക്കുക. കറക്റ്റ് ഇങ്ങനെ ATM കയറിയ സമയം കൊണ്ട്. അതാണ് എന്റെ കൃത്യമായ ഇടപെടൽ മാത്രമാണ്. നമ്മൾ ഫസ്റ്റ് ഗോ ഫാസ്റ്റ് മാൻ. അവിടെ നിന്ന് നൃത്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പം ഇവിടെ ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് ഉത്സവം തുടങ്ങിയത്. ഫുൾ കാണണമെങ്കിൽ രാത്രി വരണം. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴും ലൈറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആറ്റുകാൽ പെർഫോം ചെയ്യുന്നത്. നാട്യമന്ത്രയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നാട്യമന്ത്രയുടെ ഡാൻസ് പ്രോഗ്രാമാണ്. അതും ഇവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ സ്റ്റേജ് ആറ്റുകാലിലെ ഇപ്രാവശ്യത്തെ. ദേവിയുടെ നേർക്ക് തന്നെ ഇരിക്കുന്ന സ്റ്റേജിലാണ് ഇന്ന് ഇപ്രാവശ്യം ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ എല്ലാം സന്തോഷം അവർക്കുണ്ട് കേട്ടോ. അമ്മ അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുങ്ങി. ഓക്കെ, അപ്പം നമുക്കിനി കുറച്ച് ഡാൻസിലോട്ട് പോവാം. അമ്മയുടെ ഡാൻസ് കാണാനാണ് അപ്പം നമ്മളെല്ലാവരും നേരത്തെ വന്നത്. എന്നെയും ടീച്ചർ വിളിച്ചായിരുന്നു, അമൃതാവ നമുക്ക് ഡാൻസ് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടായിരുന്നു കേട്ടോ എനിക്ക് പോകാൻ പറ്റാൻ. ഇപ്പം ഞാൻ അതിൽ ഖേദിക്കുന്നു. ഇവിടെ തന്നെയാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ ചേർന്നത്. അന്ന് പോയ ഒരു 2 ദിവസത്തെ പോയതേ ഉള്ളൂ. പിന്നീട് എൻ്റെ പോക്ക് നടന്നിട്ടില്ല. എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഈ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്ന ആ പീക്രി. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ജാനിന്നോ എന്താണ് അവളെ വിളിക്കുന്നത് കേട്ടോ. ഇതാണ് ടീച്ചർ, സെൻറ്ററിൽ നിൽക്കുന്നതാണ് ടീച്ചർ. അമ്മയുടെ ഡാൻസ് കഴിഞ്ഞ് എനിക്ക് പിന്നെ ന്യൂസ് 8 ഒരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ പൊങ്കാലയോടനുബന്ധിച്ച്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. അങ്ങനെ ഞാൻ നേരെ പിന്നെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊഴാനൊന്നും നിന്നില്ല. അവിടെ ഭയങ്കര തിരക്കാണ്. അതായത് ഞാനിപ്പം ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ട് ഉത്സവം 2ാം ഉത്സവത്തിൻ്റെ അന്നാട്ടോ നമ്മൾ വീഡിയോ എടുത്തത് തന്നെ. ഇനിയിപ്പം പൊങ്കാലയ്ക്ക് ഒരൊറ്റ ദിവസമേ ഉള്ളൂ. 13-ാം തീയതിയാണ് പൊങ്കാല. എല്ലാ ഒരുക്കങ്ങളും അവിടെ കംപ്ലീറ്റായി. ഭയങ്കര തിരക്കാണ്. ഓരോ വർഷം കൂടുമ്പോഴും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ക്ഷീണം തീർക്കാനായിട്ട് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇനി പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട് പാനിപ്പൂരി ഞങ്ങൾ കഴിച്ചു. പിന്നെ അവരൊക്കെ ഒരു ചായ കുടിച്ചു. അങ്ങനെ
അങ്ങനെ നമ്മുടെ ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 തീയതിയാണ് കേട്ടോ. ഇടാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നിട്ടോളൂ. അമ്മ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നു. ഇനിയിപ്പോൾ ഇപ്രാവശ്യത്തെ കാര്യം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, എന്തായാലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതവിടെ എല്ലാവർക്കും ഭക്തജനങ്ങൾക്കും സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വലിയ എൻട്രി ആണേ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.